ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പാത്രം ഉണ്ടല്ലോ, നമ്മളുടെ പൂജാമുറിയിലും പൂജയ്ക്കൊക്കെ വയ്ക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് പഴയ ഒരു പാത്രമാണ്. ഞാനിത് അച്ഛൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ ഉമ്മാർത്ത് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട്, അവിടെ വിളക്കൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വൃത്തിയാക്കാനായിട്ട് പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു പാത്രം എന്ന് പറയുന്നത്. അപ്പോൾ 4-5 വർഷം മുൻപ് ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ മലയ്ക്ക് പോണ സമയത്ത് ഇതിൽ ഭസ്മൊക്കെ ഇട്ട് കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് ഒരുവിധം കരിയും അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾക്ക് ഒരു ഇഷ്ടികയോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഇഷ്ടികയാണ് എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞൊരു ഭാഗം മാത്രം എടുത്ത് പൊടിച്ചിട്ട് പൊടിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എത്രയാണ് ആവശ്യം, ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ചാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ മാത്രം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരമുറി നാരങ്ങ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചെങ്കിൽ അത് ആ മണ്ണ് കുതിരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ കുറച്ച് നാരങ്ങയുടെ നീര് കൂടുതലായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും പൊടിയിട്ട് കൊടുത്തിട്ട് നന്നപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ്ടല്ലേ, ഇപ്പം തന്നെ ആ ഒരു ഭാഗം നല്ലപോലെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നായിട്ടുള്ള അപ്പോഴേക്കും അത് വെളുത്ത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പൊടിയും മിക്സ് ചെയ്തത് നമുക്ക് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും ഫുള്ളായിട്ട് ഞാനിത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 10-20 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉണങ്ങി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ. നല്ല പോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് അത് സ്ക്രബ്ബർ ഇട്ട് നല്ലപോലെ നരച്ച് കൊടുത്തു കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാത്രം കഴുകണ സോപ്പോ ലിക്വിഡൊക്കെ ഇട്ട് തേച്ച് വൃത്തിയാക്കി ഒന്നും കൂടി വെളുക്കും. ാണ് നമ്മുടെ പാത്രത്തിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയണത്. അപ്പോൾ ഇത് ഒരുപാട് വർഷമായി, 4-5 വർഷത്തിന് മേലെ ഉപയോഗിക്കാണ്ടിരുന്നതാണ് കേട്ടോ. പണ്ടിങ്ങനെ അച്ഛൻ മലയ്ക്കൊക്കെ പോണ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പാത്രമാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാണ്ടിരുന്നിട്ടുള്ളൊരു പാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് എന്താ പറയുക, മറന്നുപോയി ഇതിൻ്റെ കാര്യം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ വേറെ പണികളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ മറന്നു. അപ്പോൾ അതുപോലെ നല്ലപോലെ ഉണങ്ങി കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാനിത് എടുത്തിട്ട് പിന്നെ ക്യാമറയും പിടിച്ചിട്ട് കഴുകണം, കാരണം കൈ കൊണ്ട് ഉരയ്ക്കുമ്പോഴൊന്നും പോകണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നനച്ചതിന് ശേഷം അടുക്കളയിൽ പോയിട്ട് സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് ഉരച്ച് കഴുകിയിട്ട് അപ്പോൾ നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. ഇത് ഇത്ര തന്നെ എനിക്ക് വൃത്തിയാവുള്ളൂ, ഇതിൻ്റെ പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നാലും നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള വീഡിയോ ഇതുപോലെ ഫേസ്ബുക്കിലും എവിടെ നിന്നൊക്കെയാണ് കണ്ടതാണ്. അപ്പോൾ ഒരുപാട് നാളായി ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ പൂജാ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി നോക്കിക്കോളൂ കേട്ടോ. 2 സാധനങ്ങൾ മാത്രമല്ലേ വേണ്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. എല്ലാവർക്കും ബൈ ബൈ.